മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ഐബോർഡ് പരിശോധന ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സുജു, കൂടുതൽ ഐബോർഡുകൾ കൂടി രക്ഷാപ്രവർത്തന ദൗത്യത്തിലേക്ക് ഏർപ്പെടുമ്പോൾ മനുഷ്യ സാന്നിധ്യം, മൃതദേഹ സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് കൂടുതൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്നു. ഏതെങ്കിലും സ്ഥലത്ത് മൃതദേഹമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ റഡാർ സിഗ്നലുകൾ അനുസരിച്ച് ആ പ്രദേശത്ത് കൊഴിച്ചു നോക്കി കൂടുതൽ തിരച്ചിൽ നടത്താൻ വേണ്ടി സൗകര്യപ്രദമാകുന്ന ഐബോർഡ് പരിശോധനകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്ന മേജർ ഇന്ദ്രപാലിന്റെ സംഘമുള്ളിടത്താണ്. ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് പോകാവുന്നതാണ്. അദ്ദേഹത്തിനോടൊപ്പമുള്ള വിദഗ്ധ സംഘവും എത്തിയിട്ടുണ്ട്. ഐബോർഡ് സംവിധാനത്തിലുള്ള പരിശോധനയാണ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ഉദ്യോഗസ്ഥരിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൂരൽമല ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോയതൊരു കേർവ് ഷേപ്പിലാണ്. അതായത് നേർ രേഖയിലല്ല, ചുറ്റി വളഞ്ഞാണ് വെള്ളത്തിൻ്റെ അതിശക്തമായ ഒഴുക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ പല സ്ഥലങ്ങളിലായി മൃതദേഹങ്ങൾ കാണാൻ സാധ്യത കൂടുതലാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നത് നമുക്ക് അതിൻ്റെ ഓഡിയോ കിട്ടും. റിക്വസ്റ്റ് ആണ് എല്ലാ മീഡിയക്കാരോടും അതേഴ്സിനോടും, പ്ലീസ് ഡു നോട്ട് ഫ്ലൈ യുവർ ഡ്രോൺസ്. ഹംബിൾ റിക്വസ്റ്റ്, ഡോണ്ട് ഫ്ലൈ യുവർ ഡ്രോൺസ്. ഈ എക്വിപ്മെന്റ് ഡാമേജ് ആവും. വി ഹാവ് ഓൺലി വൺ പീസ്. ഭയങ്കര കഷ്ടത്തെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ എക്വിപ്മെന്റിനെ. അപ്പോൾ ഓൾ ഓഫ് യു പ്ലീസ് കോർഡിനേറ്റ്, പ്ലീസ് സപ്പോർട്ട്. ഡോണ്ട് ഫ്ലൈ എനി ഡ്രോൺ. ക്യാമറ ഷൂട്ട് ചെയ്യുക, പക്ഷേ ഇത് തുടങ്ങുമ്പോൾ മിനിമം 50 മീറ്റേഴ്സ് സ്പേസ് വിടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഡ്രോൺ നിങ്ങളെ വന്ന് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് മൂവ് അവേ വൺസ് ഇറ്റ് സ്റ്റാർട്ട്. ടിൽ ദെൻ യു ക്യാൻ ഡു വാട്ട് യു വാണ്ട്. ഇസ് ദാറ്റ് ഓക്കെ? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നൽകിയ നിർദ്ദേശം ഡ്രോൺ പറത്താൻ വേണ്ടി പോകുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് ഈ പ്രവൃത്തി കഴിഞ്ഞ് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഡ്രോൺ പറത്തുമ്പോൾ ഈ ഐബോർഡ് മിഷൻ ഇത് നിങ്ങളുടെ വീഡിയോ ട്രാൻസ്മിഷൻ നിർത്തണം. അഗൈൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ ഡോണ്ട് ഷൂട്ട്. ഐ വിൽ ടെൽ യു വെൻ യു ക്യാൻ ഷൂട്ട്. അപ്ലൈ ഷൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അദ്ദേഹം നമുക്ക് നൽകുന്ന നിർദ്ദേശമായിരുന്നു. അതായത് ഇത് പറപ്പിക്കുമ്പോൾ ഫ്ലൈറ്റ് തുടരുമ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യരുത്. കാരണം ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അക്യൂറസിക്ക് പ്രശ്നമുണ്ടാകുമെന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുവാണ്. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം അതിനെപ്പറ്റി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഓഫ് ദ റെക്കോർഡ് ഇപ്പോൾ വിവരിക്കുകയായിരുന്നു. ഈ ഉപകരണത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, അങ്ങനെ കർവ്ഡ് ഷേപ്പിൽ ഇവിടെ വെള്ളം ഒഴുകിക്കൊണ്ട്, അതായത് ചുറ്റി വളഞ്ഞ് ആണ് അതിശക്തമായ വെള്ളത്തിൻ്റെ പാച്ചിലുണ്ടായ സ്ഥലമാണ് ചൂരൽമല. അതിനാൽ തന്നെ സ്വാഭാവികമായി ഈ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഈ മൺകൂനയ്ക്ക് അടിയിൽ കാണാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ അധികം ഈ റഡാർ പരിശോധന, അതിൻ്റെ കൃത്യമായ സാങ്കേതിക പദങ്ങൾ കൂടെ ആരായേണ്ടിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഐബോർഡ് ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ മണ്ണിനടിയിലുള്ള ഇതിൻ്റെ ഇമേജ്, സ്കാൻഡ് ഇമേജ് ലഭിക്കും. അങ്ങനെയെങ്കിൽ അതനുസരിച്ച് പരിശോധന നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ആർമി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ സ്ഥലത്തുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ ഉപകരണം ഇപ്പോൾ ഇവിടെ പ്രവർത്തിപ്പിക്കാൻ പോകുന്നത്. ഈ പോകുന്ന സമയത്ത് 50 മീറ്ററോളം ആളുകൾ മാറി നിൽക്കണം എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോടും മറ്റ് സന്നദ്ധ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ അഭ്യർത്ഥിക്കുന്നൊരു കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ തിരച്ചിൽ ഏറെ നിർണായകമാണ് ഈ നിമിഷം എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഈ റഡാർ ഇമേജുകൾ വളരെ നിർണായകമായി തിരച്ചിലിന് സഹായകരമാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. നമുക്ക് മേജർ ഇന്ദ്രപാലിൻ്റെ ഒരു പ്രവർത്തന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം എക്സ്പെർട്ട് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങൾ കൂടെ നമ്മൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. പകരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരച്ചിൽ സംവിധാനം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നതാണ്. അതിൻ്റെ ആ ഉപകരണത്തിൻ്റെ ടയർ എടുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. ശരി സുജു, തുടരുക. ഏതായാലും റിട്ടയേർഡ് മേജർ ഇന്ദ്രപാലൻ കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഷിരൂരിലടക്കം തെരച്ചിലിന് നേതൃത്വം നൽകിയ മേജർ ഇന്ദ്രപാലൻ സ്ഥലത്തെത്തി. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വ്യക്തമായ ചില ഇമേജുകൾ ലഭിക്കുന്നതിന് ഇടയാക്കും എന്നുള്ള വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിക്കൊണ്ടിരുന്നത്.